ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ കാർഡ് ബോർഡും അതേപോലെ തന്നെ നമ്മുടെ ഗിഫ്റ്റ് പേപ്പറും വെച്ചിട്ട് ഒരു സ്റ്റാറാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ടെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി, വരയ്ക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു സ്റ്റാർ നമ്മളുടെ ഈ ഒരു കാർഡ് ബോർഡിലോട്ട് ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഔട്ട്ലൈൻ വരച്ച് കൊടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിതിങ്ങനെ വരച്ച് കൊടുക്കാനായിട്ട് നോക്കിയിട്ട് അത്ര അങ്ങോട്ട് ഒരു പെർഫെക്ഷൻ വരുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഇപ്പോൾ ചെറിയ സ്റ്റാർ ആണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ സ്റ്റാർ ചെയ്യാം. ഞാനൊരു വാൽനക്ഷത്രമാണ്, ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ടാണ് ഇന്നത്തെ സ്റ്റാർ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുപോലെ നമുക്ക് ഏത് കാർഡ്ബോർഡ് പീസ് വേണമെങ്കിലും എടുക്കാം. കുറച്ച് കട്ടിയുള്ളതായിരിക്കണം എന്നേ ഉള്ളൂ. നമ്മുടെ ഷർട്ട് ബോക്സ് ആയാലും കുഴപ്പമില്ല, അതിനും അത്യാവശ്യം നല്ല കട്ടിയുള്ള ടൈപ്പ് കാർഡ്ബോർഡാണ്. അപ്പോൾ നമുക്കിതൊന്ന് വരച്ച് എടുക്കാം. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡിൽ നിന്ന് നമ്മുടെ സ്റ്റാറിനെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് കട്ടറാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ കത്രിക വെച്ച് കട്ട് ചെയ്യാൻ നോക്കിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കട്ടർ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്ന പോലെ നമ്മളുടെ ഈ ലൈനിൽ കൂടി കറക്റ്റായിട്ട് വരഞ്ഞു കൊടുത്താൽ മതി, നമുക്ക് കീറിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റാർ ഡിസൈൻ ഉള്ളതായിരുന്നു. അതിൻ്റെ സൈഡ് ഡിസൈൻ വരുന്നിടമൊക്കെ ഇങ്ങനെ ലെവലല്ലാതെയാണ് കിടക്കുന്നത്. അതൊക്കെ നമുക്കൊന്ന് ലെവലായിട്ട് വരച്ചു കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ്. ഈ ഒരു കട്ടർ വെച്ചിട്ട് നമ്മളുടെ ഈ ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ ക്രിസ്മസ് സീരീസിൻ്റെ 3ാമത്തെ വീഡിയോ ആണിത്, സ്റ്റാർ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ട്രീയും ഒരു മാലയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റാർ ചെയ്യുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് 10 ദിവസത്തെ ഒരു സീരീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കട്ടർ എന്ന് പറഞ്ഞാൽ നല്ല ഷാർപ്പായിട്ടുള്ളതായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ പിച്ചി പറിച്ച പോലെ ഇതിൻ്റെ അരിവുകളൊക്കെ ഇരിക്കും. അതുകൊണ്ട് തന്നെ നല്ല ഷാർപ്പായിട്ടുള്ളൊരു കട്ടർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കത്രിക കൊണ്ടായാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഈ കാർഡ്ബോർഡ് പീസ് ആയതുകൊണ്ടാണ് കട്ടർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ സ്റ്റാർ കാർഡ്ബോർഡിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു ഗിഫ്റ്റ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ നമുക്ക് ഗിഫ്റ്റ് ഇടുന്ന പേപ്പറായാലും കുഴപ്പമില്ല. ഇത് കുറച്ചുകൂടെ തിളക്കമുള്ള ടൈപ്പ് പേപ്പറാണ്. നമ്മുടെ ഗിഫ്റ്റ് പേപ്പർ ആയതുകൊണ്ട് തന്നെ അതിൽ സെല്ലോ ടൈപ്പും കാര്യങ്ങളൊക്കെ അതിലിരിപ്പുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് സൂക്ഷിച്ചിളക്കിയെടുക്കാം. കാരണം ചെറുതായിട്ടൊന്ന് വിട്ടുപോയാൽ നല്ലൊരു പ്രഷർ കൊടുത്താൽ ഇത് കീറിപ്പോകും പെട്ടെന്ന്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത് 2 പീസായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിയിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് പേപ്പർ ഇതിൻ്റെ പുറത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് പോകണം. അപ്പോൾ നമ്മൾ രണ്ട് ഷെയ്ഡിൽ വരുന്ന ഒരു സ്റ്റാറാണ് ചെയ്യാനായിട്ട് പോകുന്നത്. വൺ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സിൽവർ കളർ വരുന്ന പോലെയും അപ്പുറത്തെ സൈഡ് ഗോൾഡൻ കളർ വരുന്ന പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കെന്ന് പറഞ്ഞാൽ ഇതൊന്ന് സ്റ്റാറിൻ്റെ പുറത്തോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിച്ചു കൊടുക്കാനായിട്ടെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒട്ടുന്ന ഏത് പശ എടുക്കാവുന്നതാണ്. ഫെവിബോണ്ടോ ഫെവിക്കോളോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ നോർമൽ ഗ്ലൂ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്, വിട്ട് പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫെവിക്കോൾ സ്റ്റാറിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതായത് ഈ കാലുകളുടെ സൈഡിലാണ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നടുക്കും ജസ്റ്റ് അൺഈവനായിട്ടൊന്ന് തേച്ച്, അതായത് അവിടെ ഇവിടെയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പം മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ കാലുകളുടെ ഈ 2 സൈഡിലും നമ്മൾ സൈഡോട് ചേർത്തിട്ട് വേണം പശ ഒട്ടിച്ച് കൊടുക്കാൻ, അതായത് പശ തേച്ച് കൊടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്കിത് ശരിക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് എല്ലാ കാലുകളുടെ സൈഡിലും പശയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പശ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ സ്റ്റാർ തിരിച്ച് വെച്ച് ഗിഫ്റ്റ് പേപ്പറിന് പുറത്തോട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, ഇതിൻ്റെ എല്ലാ സൈഡും ഒട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കാലുകളുടെ സൈഡ് നമ്മൾ നല്ലപോലെ പ്രസ് ചെയ്ത് തേച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് ഒട്ടത്തുള്ളൂ. ഫുള്ളായിട്ട് സ്റ്റാറിൽ ഗം അപ്ലൈ ചെയ്യണമെന്നില്ല. കാലുകളുടെ സൈഡിൽ എന്തായാലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് ശരിക്ക് നമുക്കൊരു പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്കിതൊന്ന് മറിച്ച് നോക്കാം. ഇത് ഉണങ്ങാനായിട്ട് നമ്മൾ കുറച്ച് സമയം കൊടുക്കണം. ഫെവിക്കോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒട്ടി കിട്ടും. എന്നാൽ നമ്മൾ കുറച്ച് സമയം ഒന്ന് ഒട്ടാനായിട്ട് കൊടുക്കണം. ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന ഗിഫ്റ്റ് പേപ്പറൊക്കെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ ബാക്ക് സൈഡിലോട്ട് കയറ്റി ഒട്ടിച്ച് കൊടുക്കാനുള്ള കുറച്ച് ഭാഗം വിട്ടിട്ട് വേണം നമ്മൾ ട്രിം ചെയ്ത്, അതായത് ഈ ബാക്കിയുള്ള ഗിഫ്റ്റ് പേപ്പർ മുറിച്ചെടുക്കാനായിട്ട്.
നമ്മൾ ഇതുപോലത്തെ ഒരു കട്ടർ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം കട്ട് ചെയ്ത്, അല്ല കത്രികയാണെങ്കിലും കുഴപ്പമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഷർ കൊടുത്താൽ പെട്ടെന്ന് കീറിപ്പോകുന്ന പേപ്പറാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം സൈഡുകൾ കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ സൈഡുകളൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ എക്സ്ട്രാ ഉണ്ടായിരുന്ന ഭാഗങ്ങൾ ഈ ബാക്ക് സൈഡിലോട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്ത്, ഇനി അടുത്തായിട്ട് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാർ തൂക്കിയിടാനായിട്ട് നമ്മളിതിനൊരു വള്ളി വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഇതിൻ്റെ ബാക്ക് സൈഡ് പേപ്പർ ഒട്ടിക്കുന്നതിന് മുന്നായിട്ട് വേണം ഈ വള്ളി നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്താണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ശകലം ന്യൂസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത് ഈ നൂലിൻ്റെ പുറത്തേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ ഫെവിക്കോൾ കൊണ്ട് ഒരു ലൈൻ ഇട്ടിട്ട് ആ ലൈനിലോട്ട് നമ്മളുടെ നൂലൊന്ന് കറക്റ്റായിട്ടൊന്ന് പൊസിഷൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം നമുക്കിതിൻ്റെ പുറത്തേക്കൊരു ന്യൂസ് പേപ്പറും കൂടി പശ തേച്ച് ഒട്ടിച്ച് കൊടുക്കാം. ഒരു ഡബിൾ സെക്യൂരിറ്റി എന്ന നിലയ്ക്കാണ് നമ്മൾ ന്യൂസ് പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നത്. ന്യൂസ് പേപ്പർ അങ്ങനെ കറക്റ്റ് ഷേപ്പിലൊന്നും വേണമെന്നില്ല, അത്യാവശ്യം ബാക്ക് സൈഡ് ഒന്ന് കവർ ചെയ്തിരിക്കുന്ന പോലെ വേണം നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. അഥവാ നമ്മളുടെ നൂല് വിട്ടുപോയാലും ന്യൂസ് പേപ്പർ അവിടെ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ പശയിൽ നിന്നും നൂല് വിട്ടുപോയാലും നമ്മുടെ സ്റ്റാറിൻ്റെ വള്ളി വീണ് പോകത്തില്ല. അതിനാണ് നമ്മൾ പേപ്പർ ബാക്ക് സൈഡിൽ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഗോൾഡൻ കളറ് ബാക്ക് സൈഡിലായിട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ടും നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ഈ അരുവത്ത് കൂടി നമ്മൾ, അതായത് ഈ കാലുകളുടെ സൈഡിൽ കൂടി പശ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. അപ്പം ഇനി നമ്മളുടെ ഡ്യുവൽ ഷെയ്ഡിൽ വരുന്ന സ്റ്റാർ ഇപ്പോൾ ഫിനിഷ് ആവുന്നതാണ്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മളുടെ സ്റ്റാറിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ പശ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കാലിൻ്റെ സൈഡുകളിലാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മളുടെ ഗിഫ്റ്റ് പേപ്പർ എടുത്ത് ഇതിൻ്റെ പുറത്തോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ സൈഡുകളൊന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ സൈഡ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പുറത്തെ സൈഡ് നമ്മൾ കട്ട് ചെയ്തപ്പോൾ കുറച്ച് ഭാഗം വിട്ടിട്ടായിരുന്നു കട്ട് ചെയ്തത്. കാരണം നമ്മൾ പുറകിലത്തോട്ട് ഒന്ന് ചേർത്ത് വയ്ക്കാനായിട്ട് ഈ സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ പറഞ്ഞാൽ അത്രയും ഗ്യാപ്പ് ഇടാനായിട്ട് പാടില്ല. കറക്റ്റ് നമ്മളുടെ സ്റ്റാറിൻ്റെ കാലുകളെ ചേർത്ത് വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. കാരണം അപ്പുറത്തോട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ സിൽവറിൻ്റെ പുറത്തേക്ക് മഞ്ഞ ഷെയ്ഡ് വരുമ്പം കാണാൻ ഒട്ടും ഭംഗി ഉണ്ടാകത്തില്ല. അപ്പം നമുക്കിതിൻ്റെ കാലുകളും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റാറിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അതാ ഇങ്ങനെ ഇരിക്കും. ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ബൈ ഫ്രണ്ട്സ്.